എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥി പാറയിൽ കുമാരൻ, പേരാമ്പ്ര കൽപ്പത്തൂർ സ്വദേശിയാണ്. അദ്ദേഹം എഴുതിയ ഒരു കവിതയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഓർമ്മയിൽ നിന്ന് എടുത്തെഴുതിയ ഒരു കവിതയാണ്. ആ കവിത നിങ്ങളെല്ലാവരും കേൾക്കുക. കേട്ടതിന് ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ കവിത ഷെയർ ചെയ്യുക, മറ്റുള്ളവരെ കേൾപ്പിക്കാനുള്ള ശ്രമം കൂടി നടത്തുക. അദ്ദേഹം ഒരു സാധാരണ കൂലി പണിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ആ ഭാഷയിൽ എഴുതിയ ഒരു കവിതയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം കവിതയിലേക്ക് കടക്കുകയാണ്. ശ്രീ കുമാരട്ടൻ, കവിതയിലേക്ക് കടക്കാം. കല്യാണ വീട്ടിൽ ക്ഷണിക്കാതെ വന്നയാൾ കല്യാണ സദ്യ വിളമ്പാനൊരുങ്ങി. 2-3 വിളമ്പിക്കൊടുത്തു, പിന്നെ സദ്യ കഴിക്കാനിരുന്നു. കല്യാണ വീട്ടിൽ ക്ഷണിക്കാതെ വന്നയാൾ കല്യാണ സദ്യ വിളമ്പാനൊരുങ്ങി. 2-3 വിളമ്പിക്കൊടുത്തു, പിന്നെ സദ്യ കഴിക്കാനിരുന്നു. വാഴയിലകൾ നിരത്തിത്തുടങ്ങി, ചോറും കറിയും വിളമ്പിത്തുടങ്ങി. ഇലയിലെ ചോറു കഴിച്ചങ്ങു തീർത്തു, ഒരു ഇലച്ചോറു പൊതിഞ്ഞങ്ങു വാങ്ങി. എഴുന്നേറ്റു മെല്ലെ നിവർന്നു നിന്നു, കയ്യിൽ സൂക്ഷിച്ചു സഞ്ചിയിൽ വെച്ചു. വെള്ളമെടുത്തു മുഖവും കഴുകി, ആരോടും മിണ്ടാതെ യാത്രയായി. ഏറെ ദൂരം നടന്നു തുടങ്ങി, പുഴയുടെ വക്കിലായി ചെന്നിരുന്നു. 2-3 തവണ കൂവി വിളിച്ചു, തോണിയുമായെത്തി തോണിക്കാരൻ. തോണിയിലുടനെ കയറിയിരുന്നു, തോണി തുഴഞ്ഞങ്ങു അക്കരയെത്തി. ചോറുള്ള സഞ്ചിയതു കയ്യിൽ തൂക്കി, പിന്നെയും ദൂരെ നടന്നു തുടങ്ങി. അമ്മ കിടക്കുന്ന ചെറ്റക്കുടിയിൽ ചിമ്മിനിക്കുപ്പികൾ കത്തുന്ന കണ്ടു. അമ്മക്കരികിലങ്ങെത്തി വേഗം, അമ്മ കിടന്നങ്ങു മൂളുകയാണ്. മോനിത്ര നേരം വൈകിയതെന്താ, അമ്മ വിശന്നിട്ടു വയ്യാതെയായി. അക്കരെയുള്ളൊരു കല്യാണ വീട്ടിൽ ചോറു തിന്നങ്ങു വരുന്നതാണമ്മേ. അമ്മയ്ക്കൊരു പൊതിച്ചോറുണ്ടു സഞ്ചിയിൽ, വേഗം കഴിച്ചു വിശപ്പടക്കാം. അമ്മയെ കൈത്തണ്ടിൽ താങ്ങിയിരുത്തി, സഞ്ചിയിലുള്ളൊരു ചോറുമെടുത്തു. ചോറു കുഴച്ചു വാരിക്കൊടുത്തു, 2-3 ഉരുളകൾ തിന്നമ്മ. അതുമതി മോനെ, വിശപ്പു മാറി. മോനെ, അമ്മയ്ക്കു വെള്ളം തരൂ. അമ്മയ്ക്കു വേഗം വെള്ളം കൊടുത്തു, വായ്മുഖം കഴുകി തുടച്ചു. പിന്നെ അമ്മയെ മെല്ലെ താങ്ങിക്കിടത്തി, കരിമ്പിടം കൊണ്ടു പുതപ്പിച്ചു വേഗം. നേരം വെളുക്കുവാനായി തുടങ്ങി, കോഴികൾ കൂവി, കാക്ക കരഞ്ഞു. പതിവിലും നേരത്തെ അമ്മയുണർന്നു, അമ്മയ്ക്കു വെള്ളം കുടിക്കണം മോനെ. വേഗത്തിൽ വെള്ളം തരൂ എൻ്റെ മോനെ. വേഗത്തിൽ കഞ്ഞിയതു വെച്ചു തണുപ്പിച്ചു, താങ്ങിപ്പിടിച്ചു ചാരിയിരുത്തി. ഒരു കോപ്പക്കഞ്ഞി അമ്മ കുടിച്ചു, അതുമതി മോനെ, വിശപ്പു മാറി. അമ്മയുടെ കാലം കഴിയാറായി മോനെ, എൻ്റെ മകൻ ഒറ്റയ്ക്കാകുമല്ലോ എന്നു പറഞ്ഞമ്മ തേങ്ങുകയായി. അമ്മയൊരു കാര്യം പറയട്ടെ മോനെ, നല്ലതു മാത്രം ചെയ്യുക നീയും, നല്ലതു മാത്രം തന്നിടും ഭഗവാൻ. അമ്മ മണ്ണിൽ ഒടുങ്ങിയിടുമ്പോൾ ഒരു നേരമെങ്കിലും പെറ്റമ്മയെ ഓർക്കണമെന്ന് ഞാൻ ചൊല്ലിയിടട്ടെ. അതു പറഞ്ഞമ്മ മടിയിൽ കിടന്നു. അമ്മയ്ക്ക് ശ്വാസം നിലയ്ക്കുന്നതുപോലെ അമ്മയ്ക്കു നെഞ്ചിൽ ഒഴിഞ്ഞു കൊടുത്തു. 2-3 ശ്വാസം നീട്ടി വലിച്ചു, പിന്നെ ശ്വാസം നിലച്ചു കഴിഞ്ഞു. പിന്നെ അമ്മയെ തൊട്ടു വിളിച്ചൊന്നു നോക്കി, അമ്മയ്ക്കനക്കവുമില്ലാതെയായി. എന്നെ തനിച്ചാക്കി പോയില്ലേ അമ്മേ, എന്നെ വിട്ടു പിരിഞ്ഞില്ലേ അമ്മേ.
ഇനിയെന്നും അമ്മതൻ ഓർമ്മകൾ മാത്രം, ഇനിയെന്നും അമ്മതൻ ഓർമ്മകൾ